നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ മാർച്ചും ധർണയും തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി സതികുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് ഐ വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഗമം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പി എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ കല്ലൂർക്കാട്ട് ഒളിമ്പിക് ദീപശിഖ പ്രയാണം നടത്തി. പി ടി തോമസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. കദളിക്കാടിന് സമീപം തെക്കുംമലയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരണമടഞ്ഞു. 4ഓളം പേർക്ക് പരിക്കേറ്റു. മർച്ചന്റ്സ് അസോസിയേഷൻ കല്ലൂർക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് ജോയി തോമസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. കല്ലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ സ്കോളർഷിപ്പ് വിതരണം ജോസഫ് വാഴകൻ MLA ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറത്ത് ട്രാഫിക് സംവിധാനം തകരാറിലായതായി ആക്ഷേപം. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി സതികുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. CMB തൊടുപുഴ ഏരിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അബി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. MB നാസർ, MH അഹമ്മദ്, TP അബ്ബാസ്, KV സുരേഷ്, വിനോദ്, PK അന്നക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. തീർച്ചയായും ഈ പ്രതികൂല കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ടും പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ വളരെ വിപുലമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ചെറായിക്കൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തി. 75 കിലോ പഞ്ചസാരയാണ് തുലാഭാരത്തിന് വേണ്ടി വന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വെള്ളാപ്പള്ളി നടേശൻ ദർശനം നടത്തി. കോൺഗ്രസ് ഐ വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഗമം നടന്നു. മണ്ഡലം പ്രസിഡന്റ് പി എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. നഷ്ടപ്പെടുമ്പോഴും രാഷ്ട്രീയ
പ്രത്യശാസ്ത്ര നിലപാടുകൾക്ക് വിരുദ്ധമായി 32 പാർട്ടിയുടെ മുന്നണി പോരാളികളായി ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കണം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. അടിസ്ഥാനപരമായ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നില്ല, ചിന്തിച്ചുകൊണ്ടായിരുന്നില്ല. ആ പ്രസ്ഥാനത്തിൽ അന്ന് തുടങ്ങി. അന്നും വ്യക്തി താല്പര്യത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈശ്വരാനുഗ്രഹമുള്ള ഒരു പാർട്ടിയാണ്. സ്വന്തം രക്തം കൊണ്ട് ഈ പുണ്യഭൂമിയിൽ ഭാരതത്തിന്റെ മതേതരത്വത്തെ വരച്ചു കാണിച്ച രാഷ്ട്ര നേതാവ് ശക്തികളുടെ വൻതോക്കുകളുടെ ശക്തികളുടെ മുമ്പിൽ തൊടുപുഴ മേഖലയിൽ വൈദ്യുതി തകരാർ പതിവാകുന്നു. വാഹനത്തിന്റെ അഭാവം മൂലം തകരാർ പരിഹരിക്കാൻ വൈകുന്നതായും ആരോപണമുണ്ട്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തൊടുപുഴ ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിനു കീഴിലുള്ള മൂലമറ്റം, തൊടുപുഴ നമ്പർ 1, നമ്പർ 2, വണ്ണപ്പുറം, കരിമണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വൈദ്യുതി ഒളിച്ചു കളിക്കുന്നു. മഴ ശക്തമായതോടെയാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇടവിട്ട് മുടങ്ങുന്ന വൈദ്യുതി മണിക്കൂറുകൾക്ക് ശേഷമാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നത്. പാതിരാത്രി കഴിഞ്ഞാൽ ഓടിയൊളിക്കുന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് പിറ്റേന്ന് രാവിലെ 10 മണിയോടെയാണ്. ഇതുമൂലം ചെറുകിട വ്യവസായികളും കച്ചവടക്കാരും വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുൻകാലങ്ങളിൽ വൈദ്യുതി ബോർഡിന് വാഹന സൗകര്യം ലഭിച്ചിരുന്നു. എന്നാൽ ബോർഡിന്റെ പുതിയ ഉത്തരവ് പ്രകാരം വൈദ്യുതി ഓഫീസുകളുടെ ഉപയോഗത്തിനായുള്ള ജീപ്പ്, ലോറി തുടങ്ങിയ വാഹനങ്ങളുടെ കിലോമീറ്റർ പരിധി വെട്ടിക്കുറച്ചതോടെ തകരാറുകൾ പരിഹരിക്കുന്നതിന് ജീവനക്കാർക്ക് വാഹന സൗകര്യം ഇല്ലാതായി. വാഹന വാടക വെട്ടിക്കുറച്ച് നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ ദിനാചരണത്തോടനുബന്ധിച്ച് കല്ലൂർക്കാട് ഒളിമ്പിക് ദീപശിഖ പ്രയാണം നടത്തി. തുടർന്ന് ചേർന്ന സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 23-ാം തീയതി മുതൽ ഇന്ന് 26-ാം തീയതി വരെ ലോകം മുഴുവൻ നടന്ന ഒളിമ്പിക്സ് പ്രയാണത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ചെറിയ തോതിലാണെങ്കിലും ഈ ജില്ലയിലും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ കായിക ഔത്സുഖ്യം ആളുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ നല്ല മിടുക്കന്മാരും മിടുക്കരുമായ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ കദളിക്കാടിന് സമീപം തെക്കുമലയിലാണ് അപകടം. വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം. എറണാകുളത്ത് നിന്നും ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറിലാണ് ബസ് ഇടിച്ചത്. ആലപ്പുഴ സ്വദേശി സാബുവാണ് മരിച്ചത്. പരിക്കേറ്റവരെ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിലും കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്തു വരുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയായിരുന്നെന്ന് പറയപ്പെടുന്നു. രോഷാകുലരായ നാട്ടുകാർ ബസിന്റെ ചില്ലുകൾ തകർത്തു. ബാർലിപ്പൊടിയിൽ പ്രാണികളും പുഴുക്കളും കണ്ടെത്തി. തൊടുപുഴയിലാണ് സംഭവം. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തൊടുപുഴയിലെ ഒരു മരുന്നുകടയിൽ നിന്ന് വാങ്ങിയ ബ്രാൻഡഡ് ബാർലിപ്പൊടിയിലാണ് പ്രാണികളും പുഴുക്കളും കണ്ടത്. മൂവാറ്റുപുഴ സ്വദേശി കൃഷ്ണൻ തന്റെ മകളുടെ 3 മാസം പ്രായമായ കുഞ്ഞിനു വേണ്ടിയായിരുന്നു ടിന്നിലടച്ച ബാർലിപ്പൊടി വാങ്ങിയത്. വീട്ടിലെത്തി ടിൻ തുറന്നപ്പോൾ ബേബി ഫുഡിൽ നിറയെ പുഴുക്കളും പ്രാണികളും. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ കുത്തൻ. ഈ കല്ലൂർക്കാട് കോസ്മോപൊളിറ്റൻ റീഡിംഗ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജെയ്സൺ ജോർജ് അനുസ്മരണം നടത്തി. ലൈബ്രറിയുടെ മുൻ സെക്രട്ടറിയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ലെക്ചററുമായിരുന്ന ജെയ്സന്റെ സ്മരണയ്ക്കായുള്ള എൻഡോമെന്റ് വിതരണവും സദ്വായന അവാർഡ് വിതരണവും നടത്തി. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ സയൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ വിതരണം ചെയ്തു. പക്ഷെ മരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കാൻ കഴിയുന്നവർക്കാണ് ഈ ലോകത്ത്, അവരാണ് യഥാർത്ഥ മനുഷ്യൻ. 90 വയസ്സും 100 വയസ്സ് വരെയൊക്കെ ആളുകൾ ജീവിച്ചു മരിക്കുന്നുണ്ട്. ആളുടെ ശവസംസ്കാരത്തോടു കൂടി ആളെ നമ്മൾ മനസ്സിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓർക്കുന്നില്ല. ആ കുടുംബാംഗങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ഓർക്കുന്നത്. പക്ഷെ സമൂഹത്ത് നന്മ ചെയ്തുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മറ്റുള്ളവരെ NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം തൊടുപുഴയിൽ നടത്തി. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ടൗണുമായി ബന്ധപ്പെട്ട ആളുകളുടെ സേവനമാണ് പ്രധാനമായിട്ട് ഇതിൽ കിട്ടുന്നത്. തൊടുപുഴ ടൗണുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പല തലങ്ങളിലുമുള്ള ആളുകളുടെ സേവനമാണ് പ്രധാനമായിട്ട് ഇതിൽ കിട്ടുന്നത്. പ്രധാന അക്കോമഡേഷൻ കാര്യങ്ങളും പെരുമാറ്റം പറഞ്ഞ് വ്യാപാരികളും കുറച്ചുകൂടി കോടതികളും മറ്റു കാര്യങ്ങളും അത്തരം സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഇടയാടി അംഗൻവാടിയുടെ ഉദ്ഘാടനം ജൂലൈ 27-ന് മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന്
ഉദ്ഘാടന കമ്മിറ്റി കൺവീനർ ബാബു ജോസഫ് കൈപ്പനാനിക്കൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന പയസ് എന്നിവർ അറിയിച്ചു. വൈകുന്നേരം 4-ന് ചേരുന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി തോമസ് എടാമ്പുറം അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സ്റ്റീഫൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് യൂസഫ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥലം വാങ്ങിച്ച് പണിയുന്ന കെട്ടിടം നമ്മുടെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പർമാരും പറയും എന്റെയാണെന്ന് പറയാനുള്ള ഒരു ആഗ്രഹം, അതിനൊരു വിഹിതം നമ്മുടെ ഉണ്ടാവണം. അങ്ങനെ ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം പോയിരിക്കുന്നത്. ഇനി എന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിർലോഭമായ സഹായം ഈ മെമ്പർമാർ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ അത് പണി പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. പൂർത്തീകരിച്ചില്ലെങ്കിലും അതൊന്ന് വാർത്തിടണം. അടിയിടിയാതെ വേണ്ടി മണ്ണിട്ട് ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ. തീർച്ചയായിട്ടും അതിനുള്ള ഊർജ്ജമായ പിന്തുണ ഞാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവും എന്നുള്ള സംശയമില്ല. നല്ല കാര്യങ്ങൾക്ക് അകമഴിഞ്ഞ് കല്ലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ സ്കോളർഷിപ്പ് വിതരണവും കുട വിതരണവും നടത്തി. സമ്മേളനം ജോസഫ് വാഴയ്ക്കൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ മാതൃകാപരമായ മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു. മെറിറ്റ് ഈവനിങ് ഒരു നല്ല ഈ ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള ഇതിന്റെ സഹകാരികളുടെ മക്കളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ +2-നും SSLC-ക്കും നടത്തിയ കുട്ടികളെ പ്രത്യേകമായി അനുമോദിക്കുന്നു. അവർക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നു. ഫാർമേഴ്സ് ബാങ്കിൽ വർഷങ്ങളായി ഇവിടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി ശ്രദ്ധേയമാകുന്നു. വിപണിയിൽ കാന്തല്ലൂർ ആപ്പിളിന് ആവശ്യക്കാർ ഏറുകയാണ്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പഴവർഗ്ഗങ്ങളിൽ ആപ്പിളാണ് കാന്തല്ലൂരിൽ കൃഷി ചെയ്യുന്നതിൽ മുഖ്യ ഇനം. ശൈത്യമേറിയ കാലാവസ്ഥയും ഫലഭൂയിഷ്ടമായ മണ്ണും ഈ പ്രദേശത്തെ ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കാന്തല്ലൂരിന് പുറമെ പെരുമലയും ആപ്പിൾ സമൃദ്ധമായി വിളയുന്ന പ്രദേശമാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് വിളവെടുപ്പ് കാലം. ആപ്പിൾ കൂടാതെ സ്ട്രോബെറി, സബർജിൽ, ഓറഞ്ച്, പ്ലംസ് തുടങ്ങിയവയും. ആവശ്യമായ മഴ ലഭിക്കാത്തതോടെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് താഴുന്നു. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് സൂചന. കേരളത്തിന്റെ ഊർജാവശ്യത്തിന്റെ വലിയൊരു പങ്ക് നിറവേറ്റുന്ന ഇടുക്കി അണക്കെട്ടിന്റെ ജലാശയത്തിൽ കേരളം വരും നാളുകളിൽ നേരിടാൻ പോകുന്ന അതിഭീകരമായ വൈദ്യുതി ക്ഷാമത്തിന്റെ നേർചിത്രമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. കാലവർഷം ആരംഭിച്ച് 56 ദിവസം പിന്നിടുമ്പോഴും ആവശ്യത്തിന് മഴ ലഭിക്കാത്തതാണ് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ കാരണം. 2403 അടി പരമാവധി സംഭരണശേഷിയുള്ള ഇടുക്കി അണക്കെട്ടിൽ 2310 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. മുൻ വർഷത്തേക്കാൾ 35 അടിയുടെ കുറവ്. 37.8 സെന്റിമീറ്റർ മഴയുടെ കുറവാണ് ഇടുക്കിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായത്. ഇതുമൂലം വണ്ണപ്പുറം മേഖലയിൽ സ്കൂൾ കുട്ടികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും കുട്ടികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തെ 2 മാസം പോലീസിന്റെ സേവനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിന്റെ സാന്നിധ്യമില്ലാത്ത സ്ഥിതിയാണ്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ തൊഴിലാളി യൂണിയൻ ആൾക്കാരും ഓട്ടോറിക്ഷ യൂണിയനും എല്ലാ യൂണിയനും പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കൂടി സംയുക്തമായി നടത്തിയ സർവകക്ഷി യോഗത്തിൽ രാവിലെയും വൈകുന്നേരവും സ്കൂൾ വിടുന്ന സമയങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ട്രാഫിക് സംവിധാനം വളരെ കർശനമായി നടത്തണമെന്ന് എല്ലാവരും നിർദ്ദേശം ഉയർന്നിട്ടും നമ്മുടെ വണ്ണപ്പുറം സ്കൂളിൽ വിടുന്ന മമ്മൂട്ടി ചിത്രമായ ജവാൻ ഓഫ് വെള്ളിമലയുടെ ചിത്രീകരണം തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പുരോഗമിക്കുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പ്ലേ ഹൗസിന്റെ ബാനറിൽ മമ്മൂട്ടി ആദ്യമായി നിർമ്മിക്കുന്ന ജവാൻ ഓഫ് വെള്ളിമലയിൽ മമ്മൂട്ടിക്ക് പുറമെ ശ്രീനിവാസൻ, ആസിഫ് അലി, മമത മോഹൻദാസ് തുടങ്ങിയവരുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ലാൽ ജോസിന്റെ അസിസ്റ്റന്റായിരുന്ന അനൂപ് കണ്ണൻ സ്വന്തം നിലയിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജവാൻ ഓഫ് വെള്ളിമല. എല്ലാ വിഭാഗം ആസ്വാദകരും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ജവാൻ ഓഫ് വെള്ളിമല എന്ന് സംവിധായകൻ പറഞ്ഞു. ജവാൻ ഓഫ് വെള്ളിമലയുടെ പ്രധാന കഥ എന്ന് പറയുന്നത് പട്ടാളത്തിൽ നിന്നും ചില അവിചാരിതമായ ചില കാരണങ്ങളാൽ പിരിഞ്ഞു പോരേണ്ടി വന്ന ഗോപികൃഷ്ണൻ എന്ന പട്ടാളക്കാരൻ്റെ കഥയാണ്, ജവാന്റെ കഥയാണ്. മമ്മൂക്കയാണ് ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഈ വെള്ളിമല ഡാമിലെത്തിയതിന് ശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് സിനിമയിൽ രസകരമായിട്ട് ഞങ്ങൾ പറയുന്നത്. ക്ലാസ്മേറ്റ്സിന്റെ തിരക്കഥാകൃത്ത് ജെയിംസ് ആൽബർട്ടാണ് ജവാൻ ഓഫ് വെള്ളിമലയുടെ തിരക്കഥ.
PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിയമനത്തിന് BCA യോഗ്യതയായി ഉൾക്കൊള്ളിച്ചതായും BCA സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാവകാശം നൽകാൻ PSCയോട് അഭ്യർത്ഥിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തൃശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയിൽ 30 കൊല്ലമായിട്ട് ഫോറസ്റ്റ് വാച്ചറായി താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ വി സുബ്രഹ്മണ്യം, അദ്ദേഹത്തെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തി. ആ പ്രദേശത്തെ പത്രങ്ങളിലൊക്കെ ഈ സുബ്രഹ്മണ്യത്തിൻ്റെ സേവനത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി 30 വർഷക്കാലം വന സംരക്ഷണ രംഗത്ത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് വാർത്തകളൊക്കെ വന്നിരുന്നു. അത് പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന്